നമസ്കാരം, ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണമെന്ന പ്രാഥമിക റിപ്പോർട്ട്. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരാണ് പ്രാഥമിക പരിശോധനയിൽ സ്വാഭാവിക മരണമെന്ന് വിലയിരുത്തിയത്. നിലവിൽ ശരീരത്തിൽ മുറിവുകളൊന്നും ഇല്ലെന്നും വിഷമൊന്നും ചെന്നിട്ടില്ലെന്നുമാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്നാൽ ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധനകൾ ഇനിയും പൂർത്തിയാകാനുണ്ട്. അതിനുശേഷം മാത്രമായിരിക്കും വ്യക്തത ലഭിക്കുക. ഗോപൻ സ്വാമിയുടെ മഹാസമാധി നാളെ നടത്തുമെന്ന് കുടുംബം അറിയിച്ചു. വിപുലമായ രീതിയിൽ നാളെ സംസ്കാര ചടങ്ങുകൾ നടത്തുമെന്നാണ് കുടുംബം അറിയിച്ചിരിക്കുന്നത്. പ്രാഥമിക പരിശോധനയിൽ സ്വാഭാവിക മരണമെന്ന് സ്ഥിരീകരിച്ചതോടെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. PV അൻവറിന്റെ പോലീസ് സുരക്ഷ പിൻവലിച്ചു. അൻവറിനും വീടിനും നൽകിയിരുന്ന സുരക്ഷയാണ് സർക്കാർ പിൻവലിച്ചത്. സുരക്ഷാ ജോലിയിൽ ഉണ്ടായിരുന്ന 6 പേരെയും വീടിന് സമീപം ഒരുക്കിയ പോലീസ് പിക്കറ്റ് പോസ്റ്റുമാണ് പിൻവലിച്ചത്. PV അൻവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു സുരക്ഷ ഒരുക്കിയിരുന്നത്. കഞ്ചിക്കോട് ഓയാസിസിന് ബ്ലൂവറി അനുവദിച്ചതിൽ വൻ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല. ടെൻഡർ ക്ഷണിക്കാതെ ഇൻഡോർ കേന്ദ്രമായ കമ്പനിക്ക് എങ്ങനെ അനുമതി ലഭിച്ചു എന്ന് ചെന്നിത്തല ചോദിച്ചു. പാരിസ്ഥിതിക പഠനം നടത്തിയിട്ടുണ്ടോ എന്നും വ്യക്തത വരുത്തണമെന്നും രമേശ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി ഇറങ്ങുമ്പോൾ തന്നെ ലൈസൻസുമായി പോകാം. അതിനുള്ള സംവിധാനം ഉടൻ ഒരുക്കുമെന്ന് KB ഗണേഷ് കുമാർ അറിയിച്ചു. ഇതിനുവേണ്ടി മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാർക്ക് ടാബ് നൽകും. ടെസ്റ്റ് പാസ്സാവുന്നതോടെ ഇൻസ്പെക്ടർമാർ ടാബിൽ ഇൻപുട്ട് നൽകുന്നത് അനുസരിച്ചായിരിക്കും ഉടനടി ലൈസൻസ് ലഭിക്കുക. തന്നെക്കുറിച്ചുള്ള വാഴ്ത്തുപാട്ട് ആസ്വദിച്ച മുഖ്യമന്ത്രി. സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ സുവർണ ജൂബിലി മന്ദിരം ഉദ്ഘാടന വേദിയിലാണ് മുഖ്യമന്ത്രിയെ സ്തുതിച്ചുകൊണ്ടുള്ള പാട്ട് അവതരിപ്പിച്ചത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ സെക്രട്ടേറിയറ്റിലെ 100ഓളം ജീവനക്കാർ ചേർന്നാണ് വാഴ്ത്തുപാട്ട് ആലപിച്ചത്. മുല്ലപ്പെരിയാർ ഡാമിന്റെ സുരക്ഷാ കാര്യങ്ങൾ ദേശീയ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറി. ഇത് സംബന്ധിച്ച് കേന്ദ്ര ജലശക്തി മന്ത്രാലയം ഉത്തരവിറക്കി. സുരക്ഷാ വിഷയങ്ങൾ പരിഗണിക്കാൻ പുതിയ മേൽനോട്ട സമിതിക്കും കേന്ദ്രം രൂപം നൽകി. ഡാമിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഡാം സുരക്ഷാ അതോറിറ്റിക്ക് കൈമാറുമെന്ന കേന്ദ്ര ജല കമ്മീഷൻ നേരത്തെ തന്നെ സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നു. അതീവ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ള വിയൂർ ജയിലിൽ ബീഡിയുമായി കച്ചവടത്തിനെത്തിയ ജീവനക്കാരൻ പിടിയിൽ. അസിസ്റ്റന്റ് പ്രിൻസിപ്പൽ ഓഫീസർ ഷംസുദ്ദീനാണ് തടവുകാർക്ക് കൈമാറാൻ എത്തിച്ച ബീഡിയുമായി പിടിയിലായത്. 20 എണ്ണമുള്ള ചെറിയ പാക്കറ്റ് ബീഡിക്ക് ഇയാൾ 4000 രൂപ വരെ ഈടാക്കിയിരുന്നുവെന്നാണ് തടവുകാർ മൊഴി നൽകിയത്. 15കാരൻ 17കാരനെ ചുറ്റിക കൊണ്ട് തലക്കിടിച്ച് കൊലപ്പെടുത്തി. ഇന്ന് രാവിലെ തൃശൂർ ചിൽഡ്രൻസ് ഹോമിലാണ് സംഭവം നടക്കുന്നത്. രണ്ടുപേരും തമ്മിൽ ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഇതാണ് കൊലപാതകത്തിന് കാരണമെന്നാണ് അറിയുന്നത്. ബോളിവുഡ് നടൻ സെയ്ഫ് അലി ഖാന് കുത്തേറ്റു. വീട്ടിൽ നടന്ന മോഷണ ശ്രമത്തിനിടെയാണ് കുത്തേൽക്കുന്നത്. 2:30 മുംബൈയിലെ വസതിയിലാണ് സംഭവം നടക്കുന്നത്. സെയ്ഫ് അലി ഖാന്റെ ശരീരത്തിൽ കുത്തേറ്റ് 6 മുറിവുകളാണുള്ളത്. ഇതേ തുടർന്ന് അടിയന്തര ശസ്ത്രക്രിയ നടത്തിയിരുന്നു. ഇപ്പോൾ അദ്ദേഹം അപകടനില തരണം ചെയ്തതായാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ആക്രമിക്ക് വീട് തുറന്നു നൽകിയത് വീട്ടുജോലിക്കാരെയാണെന്നാണ് പോലീസിന്റെ പുതിയ കണ്ടെത്തൽ.